കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ മൊഴി രേഖപ്പെടുത്താൻ അനുമതി തൃശൂർ CJM കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ കോടതി അനുമതി നൽകുകയായിരുന്നു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാകും മൊഴി രേഖപ്പെടുത്തുക. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി. സൂരജ്, രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുവാദമല്ലേ? അങ്ങനെയെങ്കിൽ മൊഴി രേഖപ്പെടുത്തൽ എപ്പോഴാകും? അനുജ, തിരൂർ സതീഷ് 24 നടത്തിയ നിർണായക വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം, ഈ കൊടകര കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തിരൂർ സതീശന്റെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് നിർണായകമായ ചില വിവരങ്ങളും രേഖകളും അടക്കം തിരൂർ സതീഷ് നൽകുകയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 164 പ്രകാരം രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് തൃശൂർ കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ സമർപ്പിച്ചത്. തൃശൂർ കോടതി ഇത് തൃശൂർ CJM കോടതിയാണ് ഇത് പരിഗണിച്ചത്. ഈ അപേക്ഷ പരിഗണിച്ച കോടതിയാണ് കുന്നംകുളത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. ഇനി കുന്നംകുളം കോടതി സ്വാഭാവികമായും ഇത് എന്ന് രേഖപ്പെടുത്താമെന്ന് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം നൽകണം. എന്നാൽ മാത്രമായിരിക്കും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. എന്തായാലും തിരൂർ സതീഷ് നൽകിയ മൊഴിയിൽ നിർണായകമായ ചില തെളിവുകളുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അനുവാദം നൽകണം എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് വച്ചിരുന്നത്. അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വരുന്ന ആഴ്ച തന്നെ തിരൂർ സതീശന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയേക്കും എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന. അനുജ, കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീശന്റെ മൊഴി രേഖപ്പെടുത്താൻ CJM കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ അനുമതി ലഭിച്ചിരിക്കുന്നു. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയാകും മൊഴി രേഖപ്പെടുത്തുക. അടുത്തയാഴ്ച തന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നതാണ് സൂരജ് സജി നൽകിയ വിവരം. 24 തിരൂർ സതീഷ് നിർണായകമായ വെളിപ്പെടുത്തൽ നടത്തിയത്.